ഒരു നല്ല കാലം എപ്പോഴും നാം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് പോലെ പലതും നടക്കാതെയാകുമ്പോൾ നാം കണ്ണുനീരോടെ കരയുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം: യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. അതെ, നമുക്കറിയാം, യെരമ്യാവിൻ്റെ കാലത്ത്, അതിനു മുമ്പ് സമയങ്ങളിലും ഇസ്രയേൽ പല സാഹചര്യങ്ങളിൽ പ്രവാസത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ പ്രവാസത്തിലേക്ക് കടന്നു പോകുന്ന സമയങ്ങളിൽ വിവിധ കഷ്ടങ്ങളിലൂടെ ഇസ്രയേൽ മക്കൾ, പ്രിയപ്പെട്ടവർ, ഓരോ സാഹചര്യങ്ങളിലും കടന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു സമയത്ത് യിരെമ്യാവിൻ്റെ കണ്ണിന് മുമ്പിൽ വെച്ച് ആ കാലത്ത് രാജാവായിരുന്ന സിദക്കിയാവിനെ അവർ ബാബിലോണിയർ പിടിക്കുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. അങ്ങനെ കഷ്ടതകൾ കണ്ടുകൊണ്ട് യെരമ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്: അയ്യോ യഹോവേ, ഞങ്ങളെ മടക്കി വരുത്തണമേ. അയ്യോ, ഞങ്ങളുടെ പാപങ്ങൾ മുഖാന്തരം ഞങ്ങൾ ദുഃഖമനുഭവിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് പൊറുക്കണമേ. അതെ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ദൈവം തിരിയപ്പെടുത്തി ഞങ്ങളെ മടക്കിക്കൊണ്ടുവരണം. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം മടക്കി തരണം. പലപ്പോഴും നാം പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്: നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നീതിയുടെ ഒരു നല്ല കാലം കർത്താവ് നമ്മൾക്ക് മടക്കി തരണമെന്ന്. 74-ാം സങ്കീർത്തനം 2-ാം വാക്യം: നീ പണ്ടേ സമ്പാദിച്ച നിൻ്റെ സഭയും നീ വീണ്ടെടുത്ത നിൻ്റെ അവകാശഗോത്രത്തെയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതത്തെയും ഓർക്കണമേ. അതെ, ദൈവം തൻ്റെ ഭക്തന്മാരെ എപ്പോഴും ഓർക്കുന്നു. തൻ്റെ ഭക്തന്മാരെ ചിറകിൻ നിഴലിൽ പരിപാലിക്കുന്നു. തൻ്റെ ഭക്തന്മാരെ തൻ്റെ കരങ്ങളിൽ വഹിക്കുന്നു. അതെ, പിന്നെയും ഹബക്കുക്കിൻ്റെ പ്രവചനം 3-ാം അധ്യായം 2-ാം വാക്യം: യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പ് നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പ് അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കൽ കരുണ ഓർക്കണമേ. അതെ, ക്രോധങ്ങൾ കടന്നു വരുമ്പോൾ, ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് ദൈവം തൻ്റെ പ്രവൃത്തിയെ എപ്പോഴും ജീവിപ്പിക്കും. അതെ, ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 90-15: നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അതെ, നമ്മൾ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ ക്ലേശിക്കപ്പെട്ട